ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുൽച്ചയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം എന്നും ചപ്പാത്തി കഴിച്ച് മടുത്തവർക്കാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ ഈസ്റ്റോ സോഡാപ്പൊടിയൊന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗോതമ്പിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഗോതമ്പ് ആകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ അധികം പുളിപ്പില്ലാത്ത തൈര് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ. ഒരുപാട് പഴകിയ തൈരാണെങ്കിൽ നല്ല പുളിപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു തൈര് വേണ്ട. പുതിയ തൈരാണെന്നുണ്ടെങ്കിൽ അധികം പുളിപ്പുണ്ടാവില്ല. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒരുപാട് ആവശ്യമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ മാത്രം മതി. എന്നിട്ട് നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് സോഡാപ്പൊടി ഈസ്റ്റ് ഒന്നും ചേർക്കണില്ല. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡർ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ചേർക്കൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുൽച്ച കഴിക്കണം എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ നിർബന്ധമാണ് കേട്ടോ. നമ്മൾ സോഡാപ്പൊടി ഒഴിവാക്കിയിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരുമിച്ചാണ് ചേർക്കാറുള്ളത്. എന്നിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് തിളച്ച വെള്ളം ആവശ്യമില്ല. എന്നാലും പച്ചവെള്ളത്തിലും കുഴക്കരുത് കേട്ടോ. ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. സാധാരണ കുൽച്ച ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരുമിച്ച് ചേർക്കാറുണ്ട്. ചിലർ ഈസ്റ്റ് ചേർത്തിട്ടും കുൽച്ച റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്തിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നാലും നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ സോഫ്റ്റായിട്ട് ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലൊന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ ചപ്പാത്തി മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കുന്ന അത്രയും ടൈം മാത്രം മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ട് നമുക്ക് ചെറിയൊരു ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു ഉണ്ടേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ചപ്പാത്തിയേക്കാളും കുറച്ച് കനത്തിൽ നമ്മളിത് പരത്തിയെടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് ചപ്പാത്തിൻ്റെ അത്രയും നമ്മൾ തിന്നായിട്ടല്ല പരത്തിയെടുക്കുന്നത്, കുറച്ച് കനത്തോട് കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഇനി വലുതോ ചെറുതോ എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മളുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഇതുപോലെ ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തിയെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കനം കുറച്ചിട്ട് നമ്മൾ പരത്തരുത്, എന്നാൽ ഒരുപാട് കട്ടി കൂട്ടിയിട്ടും പരത്തിയെടുക്കരുത് കേട്ടോ. ഈ നാന് കുൽച്ച ഇതൊക്കെ ഏകദേശം ഒരേ തന്നെയാണ് കേട്ടോ. കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓണിയൻ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ ഇനി കറുത്ത എള്ള് കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ കറുത്ത എള്ളും വെളുത്ത എള്ളും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എള്ളാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ. എള്ള് നിർബന്ധമായിട്ടും ചേർക്കണം. അതൊക്കെ കൂടുതൽ നമുക്ക് ഈ ഒരു കുൽച്ചക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ഒന്നാണ്. ഇനി നമ്മുടെ ചപ്പാത്തിക്കോല് വെച്ചിട്ടൊന്ന് അമർത്തിയെടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാം. വളരെ എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇത് നമ്മൾ ഉള്ളി, മല്ലിയില, എള്ള് ഇത്രയും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഇത് കഴിക്കുന്ന സമയത്ത് ചപ്പാത്തിയുടെ ടേസ്റ്റ് അല്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ എള്ളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എള്ളൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുമല്ലോ. ഏതെങ്കിലും ഒരു എള്ള് മതി കേട്ടോ. ഞാനിവിടെ രണ്ടും ഉള്ളത് കാരണം തന്നെ 2ഉം കൂടെ ഇട്ടെടുത്തു എന്നുള്ളൂ. ഇനി നമുക്കൊരു തവ ചൂടാക്കിയിട്ട് ആദ്യം ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നല്ല പോലെ വെള്ളം കൊണ്ടൊന്ന് തടവി കൊടുക്കണം. ഓയിലല്ല കേട്ടോ, വെള്ളമാണ്. എന്നിട്ട് നമ്മൾ തവയിലിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം അതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ചപ്പാത്തി പോലെ ഒന്നിച്ച് അങ്ങോട്ട് പൊങ്ങി വരാൻ പാടില്ല കേട്ടോ. അവർ തന്തൂർ അടുപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഈ കുൽച്ചയൊക്കെ. അപ്പം നമുക്ക് തവയിൽ വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ലുക്കും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 2 ഭാഗം തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇത് ചൂടോട് കൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തിന്നാനായിട്ടുള്ള ആ ഒരു സമയത്ത് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ വെള്ളം കുടഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് ചുട്ടെടുക്കാം. ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ ചുട്ടെടുത്താൽ മതി. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ടാൽ മാത്രം മതി. ഇത് നമുക്ക് ഒരുപാട് നല്ല കറികൾ അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ചട്നിയുടെ കൂടെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ മൈദയിൽ ചെയ്യുന്നേക്കാളും നല്ലത് ഗോതമ്പ് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ അതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. വെള്ളം കുടഞ്ഞിട്ട് വേണം നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കാനും അതുപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാനൊക്കെ. പാനിലാണെങ്കിലും തവയിലാണെങ്കിലും നിങ്ങൾ വെള്ളം കുടഞ്ഞിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഓയിൽ ഒരിക്കലും സ്പ്രെഡ് ചെയ്തിട്ട് ചുട്ടെടുക്കരുത്. അപ്പോൾ കുൽച്ചയുടെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ മുഴുവനായിട്ടും കാണിക്കണില്ല, അപ്പോൾ ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ നമുക്കിത് നല്ലൊരു ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. പുതിന ചട്നിയോ തേങ്ങാ ചട്നിയോ ഒക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഒരു മൊരിച്ചിലും ഉണ്ടാവുന്ന നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു കുൽച്ചയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കറികളൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കുക, അതുപോലെ ഷെയർ ആക്കാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.